ನಮಸ್ಕಾರ. സൂപ്പർ സ്റ്റാറുകളുടെ ഡബിൾ റോൾ പടങ്ങൾ എപ്പോൾ കണ്ടാലും നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങ് ചാർജ് ആവും. ഇപ്പോൾ ജയറാമേട്ടന്റെ രഹസ്യ പോലീസ്, ഇക്കയുടെ മായാ ബസാർ, ഏട്ടന്റെ ഉടയോൺ, അണ്ണന്റെ അഴകിയ തമിഴ് മകൻ. അണ്ണാവെ പറ്റി പറഞ്ഞ ശരി, അണ്ണനെ പറ്റി പറയാൻ പറ്റിയ ടൈമല്ല. പക്ഷെ ഇതേപോലൊരു കൾട്ട് ക്ലാസിക് പടം ചെയ്യാൻ ഇത് തന്നെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം ചലഞ്ചിങ് സ്റ്റാർ ഇപ്പുറത്ത് നിന്ന് അടി കൊടുത്തിട്ട് അപ്പുറത്ത് നിന്ന് അടി മേടിക്കുന്ന പൊളപ്പം പടമാണ് ദി ഡെവിൾ. അപ്പോൾ പണം തുടങ്ങുമ്പോൾ ഒരു മാന്യനായ മുഖ്യമന്ത്രി ഇരുന്നിരിപ്പിന് കാണിച്ച തെണ്ടിത്തരത്തിനെല്ലാം കൂടെ ഉണ്ട തിന്നാനുള്ള വകുപ്പ് മേടിക്കാനായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് കുറിയും തൊട്ട് ഇറങ്ങും. മുഖ്യമന്ത്രി ആകുമ്പോൾ അങ്ങനെ കാണാൻ കുറെ പേര് വരുമല്ലോ. അത് മാത്രമല്ല ചലഞ്ചിങ് സ്റ്റാറിന്റെ പടം വേണ്ട ബജറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഒരേ ആളിനെ തന്നെ 10 സ്ഥലത്ത് വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അറിയാതിരിക്കാനായിട്ട് ക്വാളിറ്റിയും കൂടെ കുറച്ച് വെച്ചു. പക്ഷേ നമ്മൾ കണ്ടുപിടിച്ചു. ബട്ട് ഇതുപോലും കണ്ടുപിടിച്ച എനിക്ക് ഇത്രയും ജൈവുകളുടെ ഇടയ്ക്ക് യവന്മാർ ഈ മൂലയ്ക്ക് നിന്ന് എന്ത് കോപ്രായമാണ് കാണിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആൾക്കൂട്ടം സിനിമാറ്റിക് ഡാൻസാ. സത്യം പറയാലോ, നല്ല താളമാ. നമുക്ക് ന്യൂ ഇയറിന് ബുക്ക് ചെയ്യാം. ചീപ്പാ. കാര്യം അഴിമതി നടത്തിയ കേസിന്റെ വിധി മേടിക്കാനാണ് മുഖ്യമന്ത്രി കോടതിയിലോട്ട് പോകുന്നതെങ്കിലും അങ്ങേരെ ആൾ കോൺഫിഡന്റ് ആണ്. കാരണം കുറി തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. കുറിക്ക് കൊള്ളുന്ന രീതിയിൽ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്താലേ ഊരി പോകാൻ പറ്റുമെന്ന് അങ്ങേർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മന്ത്രി മണി മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടി ആ പണി ചെയ്യുന്നത് 10 തലയെ പോലും ഒതുങ്ങാത്ത അത്ര ഐഡിയകളുള്ള ഈ ചാണക്യനാണ്. അപ്പോൾ മുഖ്യമന്ത്രി രാവിലെ തൊട്ട് ചാണക്യനോട് ചോദിച്ചുകൊണ്ടിരുന്നത് എല്ലാം സെറ്റാണല്ലോ എന്ന്. അങ്ങേരും പറഞ്ഞു 500 കോടി കൊടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റാണ്, ഒന്നും പേടിക്കാനില്ലെന്ന്. അങ്ങനെ PT സാർ കാണാതെ ബബിൾഗം ചോദിച്ചുകൊണ്ട് അസംബ്ലിയിൽ നിൽക്കുന്ന ചഞ്ചൽ കുമാറിനെ പോലെ മുഖ്യമന്ത്രി കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ വിധി വരും. അടിച്ചു കൊടുത്തു 5 കൊല്ലം. എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ അപ്പോൾ ഉച്ച കഴിഞ്ഞ് അടിച്ചു കിട്ടിയോണ്ട് തന്നെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് രാത്രിയോ ഉള്ളെന്ന് ആലോചിച്ച് മന്ത്രി വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങേരെ കാണാൻ ചാണക്യം വരും. യമ എത്ര കോടി കൊടുത്തെന്നാ പറഞ്ഞ് 500 കോടി. എന്നിട്ട് കിട്ടിയതോ 5 വർഷം തടവ്. അങ്ങനെ ചാണക്യനെ നമ്പി തേമ്പി നിൽക്കുന്നുണ്ട്. കീഴ്ക്കോടതി അടിച്ചെന്ന വിധിക്ക് മേലെ മേൽക്കോടതിയിൽ പോയി അപ്പീൽ ചെയ്താലൊന്ന് മന്ത്രി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അക്വേറിയത്തിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് വലിച്ചെറിയാൻ പറ്റുന്ന കുറെ ഐഡിയകൾ ചാണക്യം പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വല്ല ശുപാർശക്കത്തും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഒരു സാമ്പിൾ സിഗ്നേച്ചർ കിട്ടിയാൽ മതി. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ. അപ്പോൾ ഓൾറെഡി ഒരു അഴിമതി കേസ് വിട്ട് ജയിലിലൊക്കെ പോയതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ ഇനി CM ആവാൻ പറ്റില്ല. അപ്പൊ CM ആവാൻ ഇനി പുതിയൊരാൾ വരണം. പുതിയൊരാളെന്ന് പറയുമ്പോൾ അവർക്കത് പുതിയ ആള്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ചലഞ്ചിങ് സ്റ്റാർ. പ്രായത്തിന് ചേർന്ന നല്ലടപ്പായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മോനായ ചലഞ്ചിങ് സ്റ്റാറിനെ അങ്ങേര് പണ്ടേ നാട് കടത്തിയതാണ്. ലണ്ടൻ തെരുവുകളെ കിടുകിടാ വിറപ്പിച്ച അവിടുത്തെ ഗുണ്ടകളുടെയൊക്കെ പേടി സ്വപ്നമായ എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഈ എങ്ങേര് അവിടുത്തെ സ്ത്രീകളുടെ മാത്രം പേടി സ്വപ്നമാണ്. പിന്നെ കത്തിച്ച് വിടാൻ പെട്രോൾ അടിക്കാൻ വന്നിട്ട് പെട്രോൾ പമ്പ് കത്തിച്ചിട്ട് പോകുന്ന പോലത്തെ കുസൃതികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ തെണ്ടി പിള്ളേരുടെ ഇടയ്ക്ക് ചലഞ്ചിങ് സ്റ്റാറിന് ഒരു പേരുണ്ട്. மூர்த்தி சார், அவனோட முறையான்னு நினைக்கிறேன். சிரிப்பு அது போசல். ഇത്രയും പെണ്ണുപിടിയാനായിട്ടുള്ള വില്ലനായിട്ട് അഭിനയിക്കാൻ ചലഞ്ചിങ് സ്റ്റാർ ധൈര്യം കാണിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അപ്പുറത്ത് പുല്ല് പറിക്കാൻ പോലും അറിയാത്ത നായകനായിട്ടും ചലഞ്ചിങ് സ്റ്റാർ തന്നെയാണ് അഭിനയിക്കുന്നത്. ആ ചലഞ്ചിങ് സ്റ്റാർ ഒരു സിനിമ നടനാവാൻ നടക്കുകയാണ്. ഒരേ നടൻ 2 റോള്. അതിനകത്ത് ഒരാൾ ഡോൺ, മറ്റേ ആള് സിനിമ നടൻ. ഇതിനകത്ത് ഒരാളെ പോലെ അഭിനയിക്കാൻ മറ്റേ ആളെ കൊണ്ടുവരുന്നു. ഈ കഥ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നാം. പക്ഷേ എന്റെ കൂടെയുള്ള പിള്ളേർക്കറിയാം ഇത് ബംഗ്ലാദേശിന്റെ ഗർജിക്കുന്ന സിംഹം ഷാക്കിബ് ഖാൻ സാറിന്റെ തൂഫാൻ പടത്തിന്റെ കഥയാണെന്ന്. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കൂ. ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. അപ്പൊ അതേപോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ എടുക്കണമെന്നായിരുന്നു ചലഞ്ചിങ് സ്റ്റാറിന്റെ ആഗ്രഹം. പക്ഷെ പടം ഇറങ്ങി അത് ബ്ലോക്ക് ബസ്റ്റർ ആയോ ഇല്ലയോ എന്ന് അറിയാനുള്ള പ്രൊഫഷനൊന്നും ജയിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇൻട്രോ സോങ്ങിൽ തന്നെ സംവിധായകന് ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തു. ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്ന നേരത്തെ ചെയ്ത് തീർക്കണം. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി. അപ്പൊ നമ്മുടെ ചാണക്യനും മന്ത്രിയും ചേർന്ന് ഡെവിളിനെ നാട്ടിലെത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ അങ്ങേറെ അനന്തരവന്മാര് ഒരു പത്രക്കാരനെ വാടകയ്ക്ക് എടുക്കും. ഡെവിളിന്റെ കുറെ ഫോട്ടോ എടുക്കാം. അവനോട് ഒരു കാര്യം പറഞ്ഞോളൂ, നീ ഏത് ക്യാമറ വെച്ചോ ഏത് ലെൻസ് വെച്ച് വേണമെങ്കിലും ഷൂട്ട് ചെയ്തോ, പക്ഷെ ഡെവിൾ അറിയാതെ വേണം ഡെവിളിന്റെ ഫോട്ടോ എടുക്കാനെന്ന്. അങ്ങനെ അവൻ ഡെവിൾ പോലും അറിയാതെ ഡെവിളിന്റെ ഫോട്ടോ എടുത്തോണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം ഡെവിൾ അത് കണ്ടുപിടിച്ചു. ബട്ട് ഇവന് ഭയങ്കര അത്ഭുതം. ചേട്ടാ, ഡെവിൾ പോലും അറിയാതെ ഡെവിളിന്റെ കാറിന്റെ ടയറിന്റെ പക്കത്തും ഡെവിളിന്റെ സ്വന്തം പ്രൈവറ്റ് ബോട്ടിലൊക്കെ ഇരുന്ന് ഞാൻ ഇത്ര രഹസ്യമായിട്ട് ഫോട്ടോ എടുത്തത് ഡെവിൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പത്രക്കാരൻ കന്നഡയായോണ്ട് ഡെവിള് മണത്ത് കണ്ടുപിടിച്ചതാണ്. ഐ മീൻ ലിറ്ററലി കന്നഡ. മണത്ത് കണ്ടുപിടിക്കാൻ എന്താ മുള്ളിത്തെറിച്ച ബന്ധമാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത് അതിനേക്കാൾ ശക്തമായ ബന്ധമാണ്. ചലഞ്ചിങ് സ്റ്റാർ അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. A brother from another mother, but not the same father. കാര്യം ബ്രദറും പയറും ഒക്കെ ആണെങ്കിലും ഡെവിളിന് പെർമിഷൻ ഇല്ല ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമേ അല്ല. പിന്നെ നമ്മുടെ ഡെവിളിന് ശരിക്കും ഒരു പേരുണ്ട്, ധനുഷ്. ആ പേര് ചെയ്യുന്ന എമ്പോക്കത്തരവും നമ്മൾ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് വെളിവില്ലാത്തവനെ എന്ന് നാട്ടുകാർ വിളിച്ച് അത് ഡെവിൾ ആയതാണ്. എന്തായാലും ആ പേര് വന്നത് തൊട്ട് ബിന്ദു നയനാനെ പോലെ ഞാൻ, എനിക്ക്, എന്റെ എന്നൊന്നും ഡെവിൾ ഉപയോഗിക്കാറില്ല. ഉദാഹരണത്തിന് ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചലഞ്ചിങ് സ്റ്റാർ പറയും ഡെവിൾ അറിയാതെ ഡെവിളിന്റെ ഫോട്ടോ എടുക്കുന്നത് ഡെവിളിന് ഇഷ്ടമല്ല. ഉള്ളിച്ചുതികളുടെ ഇരയായ ഈ ബിന്ദു നൈനാൻ, അതെ, ഈ ബിന്ദു നൈനാൻ ഇടയ്ക്കിടയ്ക്ക്
പറയേണ്ട കാര്യമില്ല. സംസാരിക്കുമ്പോൾ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് അല്പത്തരത്തിന്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ പത്രക്കാര് കണക്കാക്കുന്നത്. താങ്ക്സ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നോട് പറയാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാലും ഹൈപ്പ് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ പക്ഷെ നമ്മുടെ ഡെവിൾ പറയും ഡെവിൾ ഒന്നും ചെയ്യണമെങ്കിൽ ഡെവിൾ പറയുന്ന പോലെ ഡെവിളിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. പക്ഷെ പത്രക്കാരൻ പറയും അങ്ങേരുടെ ഗുണ്ടാളെ അടിച്ച് തോപ്പിച്ചിട്ട് എന്ത് വേണേലും തൂക്കിക്കൊണ്ട് പോക്കോളെ. ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചലഞ്ചിങ് സ്റ്റാർ ചാവും. പക്ഷെ അന്ന് മൂക്കറ്റം കുടിച്ചിരുന്നതുകൊണ്ട് ചെറുതായിട്ട് നടി തെറ്റി. പക്ഷെ എപ്പോഴാ എക്സ്ട്രാ പവർ വേണ്ടി വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഒരു ചെറുപയർ പച്ചക്കളർ ടാബ്ലറ്റും കൊണ്ടാണ് ചലഞ്ചിങ് സ്റ്റാറിന്റെ നടപ്പ്. അത് അങ്ങോട്ട് അകത്തോട്ട് ചെന്ന് ഡെവിൾ തുണി അലക്കണ പോലത്തെ അടി അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഇവൻ എന്താ പറഞ്ഞു, അടിച്ച് തോപ്പിച്ചിട്ട് എന്ത് വേണമെങ്കിലും തൂക്കിക്കൊണ്ട് പോക്കോളാനല്ലേ. കാര്യം ഡെവിൾ പുലിത്തോലിട്ട കിളിയാണെങ്കിലും വാക്ക് പറഞ്ഞ ആ വാക്കിനും വില കൊടുക്കുന്നവനാണ്. ഇങ്ങനെ കവിക്കൊണ്ട് പോകുന്നവരൊക്കെ രാത്രിയിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ മുട്ടയിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്നതാണ് ഡെവിളിന്റെ ഒരു രീതി. അപ്പൊ പക്ഷേ ഇതേ സമയത്താണ് നമ്മുടെ ചാണക്യൻ ഡെവിളിനെ ഇന്ത്യയിലോട്ട് വിളിച്ചോണ്ട് പോകാൻ വരുന്നത്. നിന്റെ തന്തയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്നും കർണാടകം തന്നെ ഇപ്പൊ തന്തയില്ലാതെ ജീവിക്കുകയാണെന്നും അതുകൊണ്ട് നീ വന്ന് തന്തയാവണമെന്നും ഒക്കെ പറയും. പക്ഷേ ഡെവിൾ പറയും CM ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് പിടിക്കാനും പറ്റില്ല, ലണ്ടൻകാരെ എനിക്കിട്ട ഓമന പേര് എനിക്ക് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാനും പറ്റില്ല. അപ്പൊ പക്ഷെ നമ്മുടെ ചാണക്യന് ലണ്ടനിലെ കാര്യങ്ങളൊന്നും അത്ര വശമില്ലാത്തതുകൊണ്ട് അങ്ങ് ഒരു അറിയാതെ ചോദിക്കുക അത് എന്ത് പേരെന്ന്. ഈ പേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ മതി, വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയുന്നു? പക്ഷെ ഡെവിൾ ആയാലും വടയക്ഷയായാലും കൂടെ വന്നേ പറ്റുമെന്ന് ചാണക്യൻ പറഞ്ഞെങ്കിലും ഡെവിളിനെയും വടയക്ഷയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പെട്ടിയിലെ പോകുള്ളൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് മാന്നാറമത്തായി പോലെ അങ്ങേര് കയറിപ്പോയി. പക്ഷെ ചാണക്യൻ ഇത് കേട്ടതും ആകെ അപ്സെറ്റായി. അങ്ങേര് നാട്ടിലെത്തി നാരങ്ങ മേടിക്കാൻ ഇറങ്ങിയിട്ട് വിഷമം മാറാത്തോണ്ട് ഭാര്യ ചോദിക്കും എന്തെങ്കിലും വിഷമമുണ്ടോ ചേട്ടാ എന്ന്. വടയക്ഷയുടെ കാര്യമൊക്കെ ഭാര്യയോട് പറയാൻ പറ്റുമോ? അപ്പൊ പക്ഷെ ഭാര്യ പറയും മുന്നിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന്റെ സൊല്യൂഷൻ തൊട്ട് പുറകിൽ തന്നെ കാണുമെന്ന്. അപ്പൊ അതാ പുറകിൽ നിന്ന് വരുന്നു ശരിക്കുള്ള മാന്നാറമത്തായി നമ്മുടെ അടുത്ത ചലഞ്ചിങ് സ്റ്റാർ. പിന്നെ കളിയല്ലാത്തൊരു കാര്യം പറയാം, ഈ റോളിൽ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ചലഞ്ചിങ് സ്റ്റാർ ഫുള്ള് ഷേവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചാണക്യൻ മാന്നാർമത്തായെ ഫോളോ ചെയ്യും. അവിടെ ചെല്ലുമ്പോഴാണ് മാന്നാർമത്തായിക്ക് ഒരു ഹോട്ടൽ ഉണ്ടെന്ന്, ആ ഹോട്ടലിൽ ഭക്ഷണത്തിന് വരെ ഇങ്ങനെ അഭിനയ മുഹൂർത്തങ്ങളാണ് വിളമ്പുന്നതെന്നും ചാണക്യൻ അറിയുന്നത്. അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കോമഡിക്ക് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എല്ലാവരും കൈയടിക്കുന്നുണ്ടപ്പോൾ മനസ്സിലായി സീരിയസ് ആണെന്ന്. ഐ മീൻ അവർക്ക് സീരിയസ് ആണെന്ന്, നമുക്കപ്പോഴും കോമഡി തന്നെ. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ മത്തായി പൊട്ടനാണെന്ന് മനസ്സിലാക്കിയ ചാണക്യൻ കൊട്ടക്കണക്കിന് കാശ് കാണിച്ചിട്ട് ഡെവിളായിട്ട് അഭിനയിച്ച ഇലക്ഷനിൽ നിന്നാൽ ഈ കാണുന്ന പൈസ വെച്ച് നിന്നെ നായകനാക്കി ഒരു ബിഗ് ബജറ്റ് പടം പിടിക്കാമെന്ന് വാക്ക് കൊടുക്കും. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മത്തായി അങ്ങോട്ട് കൺവിൻസ്ഡ് ആകുന്നില്ല. അപ്പൊ നമ്മുടെ ചാണക്യൻ പറയും ഞാൻ പറയുന്ന ഒരു ചലഞ്ചായിട്ട് എടുത്താൽ പിന്നെ നീയാണ് ചലഞ്ചിങ് സ്റ്റാർ. ഈ ഡയലോഗ് കേട്ടാ പിന്നെ ചലഞ്ചിങ് സ്റ്റാറിന് പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്ന് ചാണക്യന് നന്നായിട്ട് അറിയാം. ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചാണല്ലോ മന്ത്രി കസേരയിൽ ഇരുന്ന ഒരു മനുഷ്യനെ വലിച്ചഴിച്ചുകൊണ്ട് നട റോട്ടിൽ വിട്ടത്. അങ്ങനെ രായകരാമനും ചാണക്യൻ മത്തായിയെ കടത്തും. പക്ഷെ നമ്മുടെ മത്തായിക്ക് ഒരു കാമുകിയുണ്ട്, വട്ടിപ്പലിശക്കാരി രുക്മിണി. ഇവർ തമ്മിലുള്ള പ്രേമം ഇച്ചിരി ഡിഫറന്റ് ആണ്. അതായത് പണ്ടങ്ങാണ്ടോ കൊടുത്ത കടത്തിന് ഇപ്പോഴും റോക്കറ്റ് പലിശ മേടിച്ചുകൊണ്ടിരിക്കുന്ന രുക്മിണി കണക്കിൽ വീക്ക് ആണെന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് ഇപ്പോഴും പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന മത്തായി. അങ്ങനെ ഇരിക്കെ ഹോട്ടലിൽ വലിയ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഇനി പലിശ തരാൻ ആവതില്ല എന്ന് ചലഞ്ചിങ് സ്റ്റാർ പറയും. എങ്ങനെ ആവതുണ്ടാവും, അമ്മാരി അവരാതല്ലേ വിളമ്പുന്നത്. അപ്പൊ പക്ഷെ ആവതില്ല എന്ന് കേട്ടത് രുക്മിണി ഒരുമാതിരി ബിഗിൽ ലൈൻ പിടിക്കും. പലിശ അപ്പുറമാക്കൂട്, അതുവരേക്ക് എനിക്ക് കമ്പനി കൂടുമെന്നും പറഞ്ഞ് അങ്ങേരെ വിളിച്ചോണ്ട് പോയി കിട്ടാനുള്ള വട്ടിപ്പലിശയൊക്കെ ഇങ്ങേരെ കാണിച്ച് മേടിച്ചെടുക്കും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് മത്തായിയെ രുക്മിണി യൂസ് ചെയ്യാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. 10 കാശ് എടുക്കാനോ 10 പൈസ ബുദ്ധിയോ ഇല്ലാത്ത മത്തായിയെ രുക്മിണി പ്രേമിക്കുന്ന ഒരു വെറൈറ്റി റീസണിലാണ്, മനുഷ്യത്വം. അങ്ങനെ മത്തായിയെ ചാണക്യം കൊണ്ടുപോയി പഠിപ്പിച്ച് റെഡിയാക്കി ആദ്യത്തെ പ്രസംഗത്തിന് കൊണ്ടുപോയി സ്റ്റേജിൽ നിർത്തി. പക്ഷെ ഹോട്ടലിൽ നിന്ന് അമ്മാര് പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ മത്തായിക്ക് സ്റ്റേജിൽ കയറിയത് മുട്ടുകൂട്ടി ഇടിക്കാൻ തുടങ്ങി. ചിലർക്ക് ടെൻഷൻ, ചിലർക്ക് പേടി, ചിലർക്ക് ചിരി. അപ്പൊ ഇനിയൊരു തിരിച്ചുവരവേ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല 2 തെറി പറയാനും അറിയാം. എന്തായാലും പേപ്പറിലെ മടക്ക് വരെ ചേർത്ത് ഫോട്ടോസ്റ്റാറ്റ് അടിക്കുന്നത്, എന്നാൽ പിന്നെ അതൊരു കൊള്ളാവുന്ന പേപ്പറിൽ അടിച്ചൂടെ? എന്തായാലും നമ്മുടെ മത്തായി ആള് വെട്ടിപ്പായതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ അങ്ങേര് കർണാടകയിലെ മൊത്തം ജനങ്ങളെയും കയ്യിലെടുക്കും. വോട്ടില്ലാത്ത പിള്ളേരോട് വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ അവർക്ക് സാമ്പാർ ഉണ്ടാക്കി കൊടുത്ത പരിപാടി വൻ ഹിറ്റ് ആയതോടെ ഇങ്ങേര് തന്നെ CM എന്ന് എല്ലാവരും ഉറപ്പിച്ചു. അങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് CM വേണ്ട PM വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഡെവിള് നാട്ടിൽ തിരിച്ചെത്തും. പക്ഷേ ഇതിലെ വിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മോൻ അല്ല ആ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത് ചാണക്യൻ മന്ത്രിയോട് പോലും പറഞ്ഞിരുന്നില്ല. ഒരാളുടെ കാശ് മേടിച്ച് നക്കിയിട്ട് അങ്ങനെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലടാ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല.
അപ്പൊ നമ്മുടെ ഡെവിൾ തിരിച്ചു വന്നെങ്കിൽ എവന്റെ കയ്യിലിരിപ്പിന് എവനെ നിർത്തിയാൽ ജയിക്കുക പോയിട്ട് ഡെപ്പോസിറ്റ് കാശ് പോലും തിരിച്ചു കിട്ടില്ല എന്ന് ചാണക്യം പറയും. ഈ പറഞ്ഞ പോലെ ഡെവിൾ ഒരു ബോർഡർ ലൈൻ പൊട്ടനാണോ എന്ന് എനിക്കും സംശയം ഇല്ലാതില്ല. കാരണം ഇവർ രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡെവിൾ ഏതോ കവിതയും പാടി ഇല്ലാത്തതുകൊണ്ട് ആ കയ്യിൽ ഉരുട്ടി നടന്ന് പോകും. പൊട്ടനാണെങ്കിലും എൻ മകൻ തന്നെ, അതുകൊണ്ട് അവനെ മറ്റവനെ പോലെ റെഡിയാക്കി പാർട്ടി ഓഫീസിലോട്ട് കൊണ്ടുവരാൻ പറയും. മറ്റവനെ തന്നെ കഷ്ടപ്പെട്ട് ഇവനാക്കി മാറ്റിയാണ്, ഇനി ഇവനെ മറ്റവനെ പോലെ ആക്കണമെന്ന് എന്ത് മൈലും ചെയ്യും. അങ്ങനെ ഡെവിളിനെ പാർട്ടി ഓഫീസിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവൻ വീണ്ടും കൊഴുക്കട്ട ഉരുട്ടാൻ തുടങ്ങി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ ഇവൻ ഉരുട്ടി കളയുമല്ലോ എന്ന് മനസ്സിലാക്കിയ ചാണക്യം അവനോട് ഉരുട്ട് നിർത്തിയിട്ട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് അപ്പുറത്തിരുന്നൊരു MLA ഡെവിൾ കാണുന്നത്. കൈ ഉരുട്ടരുതെന്നല്ലേ ഉള്ളൂ, കൈ ഇങ്ങനെ വിറപ്പിച്ച് പൊക്കാലോ. ചാണക്യനെ ആ പൊങ്ങിയ കൈ കയറി പിടിച്ചെങ്കിലും കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും ഡെവിൾ MLAയുടെ പുറകെ പോയി അവരെ കയറി പിടിക്കും. പക്ഷെ അവസാനം കേസ് വന്നപ്പോഴത്തേക്കും അവരെ എവന്റെ ഇത് രക്ഷിക്കാൻ വന്ന എവന്റെ തലയിൽ ഇട്ട് കൊടുക്കും ആ കേസ്. കാരണം എന്താണെന്നറിയോ, കൊഴുക്കട്ട ഉരുട്ട് നിർത്തി വന്നിരുന്ന ഡെവിൾ ഒരു തമാശ പറഞ്ഞപ്പോ അതിന് ഇവൻ ചിരിച്ചില്ല. യവൻ അങ്ങനെ തന്നെ വേണം, എന്തൊരു തമാശയായിരുന്നത്. മെഡ്രാസായി ചെന്നൈ. പക്ഷെ ഇതേ അമ്മച്ചി വീണ്ടും ഇങ്ങോട്ട് വന്ന് താല്പര്യം കാണിച്ചപ്പോൾ അവൻ അവരെ വേണ്ട, അതായത് അവനെ വേണ്ടാത്തവരെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നതിലാണ് അവന്റെ ത്രില്ല്. അതൊരു പ്രത്യേകതരം വാത്സ്യാന തന്തയില്ലായ്മയാണ്. കാര്യം പെണ്ണുപിടി പറ്റില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കും ഡെവിൾ വിചാരിച്ചില്ല. ഓക്കെ, കുളിമുറി കയറി പോയാലേ പ്രശ്നമുള്ളൂ, കമ്മീഷൻ ഓഫീസിൽ കയറി ചെന്ന് കഞ്ചാവ് വരുത്തുന്ന പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ കയറി ചെന്ന് വീണ്ടും മറ്റേ ഡയലോഗ് അടിക്കും. എന്നിട്ട് കഞ്ചാവ് അടിക്കാനും പറ്റില്ല, ആളെ കൊല്ലാനും പറ്റില്ല, പെണ്ണ് പിടിക്കാനും പറ്റില്ല, എന്തോന്ന് നാട് ഇത്, എനിക്ക് മന്ത്രി ആവേണ്ട ഒരു പുല്ലും ആവണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിപ്പോകും. രാവിലെ ചെത്തിട്ട പുല്ലുണങ്ങാൻ പോലും 2 ദിവസം എടുക്കും. പക്ഷെ യവൻ മാത്രം മിനിറ്റിന് ഇങ്ങനെ അഭിപ്രായം മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ പേര് ഡെവിൾ. പക്ഷേ ഇതേ സമയം നമ്മുടെ വട്ടിപ്പലിശക്കാരി രുക്മിണിയുടെ കല്യാണം ഉറപ്പിച്ചു. അവൾ അതിന്റെ തണ്ണത്തിൽ 2 അടിച്ച് CJ സിറ്റിയിലൂടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഡെവിൾ റോഡിൽ നിൽക്കുന്ന കാണുന്നത്. ഡെവിളിനെ കണ്ടിട്ട് അത് മത്തായി ആണെന്ന് വിചാരിച്ച് രുക്മിണി പോയെന്ന് കെട്ടിപ്പിടിക്കും. പക്ഷെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് പണ്ട് മത്തായിയുടെ ചെസ്റ്റിൽ കൈ വെച്ചത് ചേച്ചി ഓർക്കുന്നത്. സൈസ് മാറി. ചേച്ചി ഉടനെ സോറി പറഞ്ഞ് മാറിയെങ്കിലും ഡെവിൾ ചേച്ചിയെ തൂക്കിയെടുത്തോണ്ട് പോയി. എന്നിട്ട് ചാണക്യനെ വിളിച്ചു വരുത്തിയിട്ട് പറയും അവന് വീണ്ടും മുഖ്യമന്ത്രിയാണോന്ന്. എടാ, ഇതിനോട് മറുപടി ഞാൻ പറഞ്ഞ കൂടിപ്പോവും. പക്ഷെ വട്ടിപ്പലിശക്കാരി രുക്മിണിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോൾ അവള് മത്തായിയെ കെട്ടിപ്പിടിച്ച് കണ്ടുപിടിച്ചു. ഇത് കണ്ടപ്പോൾ ഡെവിൾ ആകെ അപ്സെറ്റായി. പല ടൈപ്പ് ജലസി കണ്ടിട്ടുണ്ട്, പക്ഷെ ചെസ്റ്റ് സൈസ് വെച്ചുള്ള ജലസിയൊക്കെ ആദ്യമായിട്ട് കാണുക. അപ്പൊ പിന്നെ ഷേപ്പ് ആണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഡെവിൾ ചെന്ന് മത്തായിയുടെ മോന്തര ഷേപ്പ് അടിച്ച് മാറ്റാൻ തുടങ്ങും. പാവം, മത്തായിക്ക് എന്തിനോ അടി കൊള്ളുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മുടെ ഡെവിളിന് വട്ടിപ്പലിശക്കാരി രുക്മിണിയെ കെട്ടണം. പിന്നെ മത്തായിക്ക് ഓൾറെഡി രുക്മിണിയാണല്ലോ ഇഷ്ടം. അങ്ങനെ ആരാവും അടുത്ത മന്ത്രി എന്ന് പറഞ്ഞ് തുടങ്ങിയ പടം ഹാഫ് ടൈം ആയപ്പോഴത്തേക്കും ഇനി ആരാവും അടുത്ത മണവാളൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. കുടുംബത്തോടെ വലിച്ചഴിച്ച് നടറോട്ടി കൊണ്ടുവന്നാൽ ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞ് ചാണക്യം വേറെ കുറെ ഐഡിയ കൊണ്ട് വരും. 2 ചലഞ്ചിങ് സ്റ്റാറുകളെ ഈ പെണ്ണിനെ കാണിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ. നമ്മുടെ മന്ത്രിക്കാണെങ്കിൽ എണ്ണാൻ പോകുന്ന കമ്പികളുടെ എണ്ണവും തിന്നാൻ പോകുന്ന ഉണ്ടകളുടെ എണ്ണവും ഒക്കെ ഇപ്പോഴേ മനസ്സിൽ കാണാം. ഇതൊക്കെ നടക്കൂടെ, ശ്രമിച്ചൂടെ? അപ്പൊ നമ്മുടെ ഡെവിൾ നായിയെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. പോരാതിന് കരഞ്ഞാൽ അവളുടെ തന്തയും തള്ളയും കാട്ടിക്കളയുന്ന ഭീഷണിയും. അപ്പൊ ഇങ്ങനെയുള്ള 2 പേര് തമ്മിലുള്ള ആ ഒരു വെറുപ്പും വൈരാഗ്യവും ബ്ലാക്ക് മെയിലും ഒക്കെ ചേർന്ന ഒരു ബന്ധം കാണിക്കാനായിട്ട് സംവിധായകൻ ഉപയോഗിക്കുന്ന തായ്ലൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു റൊമാൻറ്റിക് സോങ് ആണ്. ആ ചിന്ത പോണ ഒരു പോക്കൊന്ന് നോക്കണേ, പുതുമയുള്ള ചിന്ത. പക്ഷെ ഇതേ സമയത്താണ് നമ്മുടെ ഡെവിളിനെ തല്ലാനായിട്ട് അവന്റെ അമ്മയുടെ മോൻ വരുന്നത്. ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അറിയാലോ, വെളിവുള്ള ചലഞ്ചിങ് സ്റ്റാറിനെ തന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോഴാണ് അടിച്ച് കിളിയായിട്ടിരിക്കുന്ന ചലഞ്ചിങ് സ്റ്റാർ. ഇതേപോലുള്ള അവസരങ്ങളിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, I have an army. We have a Hulk. we have ചലഞ്ചിങ് സ്റ്റാർ. അത്താണ്. അങ്ങനെ ഫൈറ്റിനൊടുവിൽ അമ്മയുടെ മോനെ ഡെവിൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മറ്റേ MLA വരും. ഉറങ്ങി കിടന്ന ഡെവിളിനെ അവർ വിളിച്ചുണർത്തിയെന്ന് പറഞ്ഞ് യവ അവരെ വെടിവെച്ചങ്ങ് കൊന്നു കളഞ്ഞെന്നേ. പക്ഷെ ആ ബുള്ളറ്റ് കൊണ്ട് നിങ്ങളൊന്ന് കാണണം, ഒരുമാതിരി പോളോ മുട്ടായി ഒട്ടിച്ച് വെച്ചിട്ട് പെയിന്റ് അടിച്ച പോലെ. സംവിധായക ശ്രേഷ്ഠ. ബുള്ളറ്റ് അകത്തുനിന്ന് പുറത്തോട്ടല്ല, പുറത്തുനിന്ന് അകത്തോട്ടാണ് പോകുന്നത്. ഇതൊന്നും മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ എന്താ, മറ്റേ തായ്ലൻഡിലുള്ള കാലുകളത്തിലുള്ള സ്റ്റെപ്പ് മര്യാദയ്ക്ക് ഒപ്പിയെടുത്തല്ലോ. അഭിമാനിക്കും അച്ചമ്പി. അപ്പൊ നമ്മുടെ ഡെവിളിന് രുക്മിണിയെ കെട്ടണമല്ലോ. അങ്ങനെ പഴയ പരിപാടിയൊക്കെ കളഞ്ഞിട്ട് മത്തായി ആണെന്ന് പറഞ്ഞ് ചേച്ചിയെ പറ്റിച്ച് ഒരു ടയർ ഫാക്ടറിയിൽ കൊണ്ടുവരും. വികാരവും വന്നിരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഗ്രിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതിന് സംവിധായകൻ നമുക്കൊരു മെറ്റഫർ തന്നതാണ്. പക്ഷെ പറഞ്ഞു പറ്റിച്ചെല്ലാം കെട്ടിപ്പിടിച്ചപ്പോൾ അങ്ങ് മാറി. ഇവനോട് എത്ര തവണ പറയണോ, എടോ ബുദ്ധിരഹിത, സൈസ് മാറി, സൈസ്. ഇനിയിപ്പോ പഴയ പരിപാടിയെ നടക്കുമെന്നും പറഞ്ഞ് ഡെവിൾ ചേച്ചിയെ തൂക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും മത്തായി അങ്ങോട്ട് വരും. അങ്ങേറെ വാലി പിടിച്ച പോലെ കുറെ ഗുണ്ടകളും വരും. ഒടുവിൽ 2 ചലഞ്ചിങ് സ്റ്റാറും കൂടെ അടി കൂടുന്നതനുസരിച്ച് പിടി കുറയും എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. That is a weird sentence. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചലഞ്ചിങ് സ്റ്റാറിനെ തന്നെ അടിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു, പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒക്കെ. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് തൊട്ടിൽ കെട്ടി ജീവിക്കുന്നവരൊക്കെ അവനിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷയെ പറ്റി മത്തായി മനസ്സിലാക്കുന്നത്. അങ്ങനെ മത്തായി നേരെ ഡെവിളിന്റെ വീട്ടിലോട്ട് കയറി ചെന്ന് മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് അവനെ നോക്കി പറയും, ഇന്നു മുതൽ ഞാൻ നിന്നെ പോലെ ആവില്ല, നീ എന്നെ പോലെ ആവണമെന്ന്. അപ്പൊ നമ്മുടെ ചാണക്യനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഇവനെ പോലെ ആകാൻ അവനെ മാറ്റിയിട്ട് അവനെ പോലെ ആകാൻ ഇവനെ മാറ്റിയിട്ട് വീണ്ടും ഇവനെ പോലെ ആവാൻ അവനെ മാറ്റണമല്ലോ ദൈവമേ എന്ന്. ഇതൊന്നും കൂടിയ സാധനം അടിച്ചിട്ട് എഴുതാന്ന് തോന്നുന്നു കേട്ടോ.
എന്തായാലും ഈ പടത്തിന്റെ ക്ലൈമാക്സ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിട്ട് കണക്കാക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അതായത് ഇത്രയും വള്ളി പിടിച്ച ഈ പടത്തിന്റെ ക്ലൈമാക്സിൽ 2 ചലഞ്ചിങ് സ്റ്റാറും വരും. എന്നിട്ട് അവർ രണ്ടുപേരും അവരാണ് ഡെവൾ എന്ന് പറയും, കൊഴുക്കട്ട ഉരുട്ടിയിട്ടെ. പിന്നെ ചലഞ്ചിങ് സ്റ്റാർ ആദ്യം തൊട്ട് 2 ക്യാരക്ടറിൽ ഒരേപോലെ അഭിനയിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും കൺഫ്യൂഷനായി. അവസാനം നമ്മുടെ മന്ത്രി ഒരുത്തനെ വെടിവെക്കും, പക്ഷെ അതല്ലായിരുന്നു ഡെവൾ. അതിന്റെ ഷോക്കിൽ അങ്ങനെ തലയെ നെല്ലി ചെന്ന് താഴെ വീഴും. അങ്ങനെ നമ്മുടെ മത്തായി മന്ത്രിയായെന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോഴത്തേക്കും വീണ്ടും കൊഴുക്കട്ട ഉരുട്ടി വരും. കണ്ട, അവനെ ഇവനെ പോലെ ആക്കിയിട്ട് ഇവനെ അവനെ പോലെ ആക്കിയിട്ട് വീണ്ടും അവനെ ഇവനെ പോലെ ആക്കിയിട്ട് മറിച്ചിട്ട് വീണ്ടും ഇവനെ അവനെ പോലെ ആക്കിയതുകൊണ്ടൊരു ഗുണം ഉണ്ടായില്ലേ? ഇല്ലേ?